കൊച്ചിയുടെ അഭിമാന പദ്ധതിയായ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങി. റോഡ് വികസനത്തിന് 23 വർഷമായി വിലങ്ങുതടിയായിരുന്ന NAD എന്ന് പറഞ്ഞാൽ നേവിയുടെ ആയുധ ഡിപ്പോയാണ്. അതിന്റെ ഭൂമി വിട്ട് കിട്ടിയതോടെയാണ് പദ്ധതിക്ക് പുതുജീവൻ. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കൊച്ചിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളിലെ നാഴികക്കല്ലായിരുന്നു സീപോർട്ട് എയർപോർട്ട് റോഡ്. കൊച്ചി തുറമുഖം മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ നീണ്ടുകിടക്കുന്ന 30 കിലോമീറ്റർ റോഡ്. പലതവണ പലകുറി പല കാരണത്താൽ പാതി വഴിയിലായി പോയ പദ്ധതി വീണ്ടും തിരിച്ചെത്തുകയാണ്. കൊച്ചി തുറമുഖം മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ 30 കിലോമീറ്ററിൽ ഒറ്റ റോഡ്. എറണാകുളം ജില്ലയുടെ സുപ്രധാന ഇടങ്ങളെ ബന്ധിപ്പിക്കുന്ന അഭിമാന പദ്ധതി. സ്ഥലമേറ്റെടുപ്പിലെ പ്രതിസന്ധിയിൽ പാതി വഴി നിലച്ച പദ്ധതിക്കാണ് പുതുജീവൻ. ആദ്യഘട്ടത്തിൽ 13 കിലോമീറ്റർ പൂർത്തിയാക്കി. രണ്ടാം ഘട്ടത്തിലാണ് സ്ഥലമേറ്റെടുപ്പ് പ്രതിസന്ധിയായത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള HMTയും NADയും സ്ഥലം വിട്ടു നൽകിയില്ല. രണ്ടറ്റവും കൂട്ടിമുട്ടാതെ റോഡ് ആളില്ലാ തുരുത്തായി. കാക്കനാട് നിന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് എയർപോർട്ട് റോഡിലോട്ട് എത്താനുള്ള ഏറ്റവും അടുത്ത് കിടക്കുന്ന റോഡാണിത്. മന്ത്രി P. രാജീവ് നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ പുള്ളി അത് മുൻകൈ എടുത്ത് അത് എത്രയും വേഗം ചെയ്യണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരെ കൂടി ഒരു പുള്ളിനെ കണ്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറയണത് 1 കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നതാണ്. 10 വർഷത്തോളം നിയമയുദ്ധം, ചർച്ചകൾ. ഒടുവിലിതാ NADയുമായി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. ഭൂമി വിലയുമായി 23 കോടി രൂപ NADക്ക് കൈമാറി. അതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം HMTയുടെ ലാൻഡുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളും പ്രതിരോധ വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമി വിട്ടു നൽകാതിരുന്നതുമായിരുന്നു ഒരു പ്രധാന ഭാഗമെന്നുള്ളത്. ഇപ്പോൾ 23 വർഷത്തോളം നീണ്ടുവന്ന ആ പ്രശ്നത്തിൻ്റെ കുരുക്കുകൾ നമുക്ക് കഴിക്കാൻ കഴിഞ്ഞു. HMT ലാൻഡിനുള്ള പണം അത് സർക്കാരിന് ലഭിക്കേണ്ടതാണെങ്കിൽ സർക്കാരിന് തിരിച്ചു കിട്ടും. HMTക്ക് ആണ് കോടതി പറയുന്നതെങ്കിൽ HMT കൊടുക്കാവുന്ന മട്ടിൽ അത് കോടതിയിൽ ഹൈക്കോടതിയുടെ പേരിൽ രജിസ്ട്രാറുടെ പേരിൽ കെട്ടിവയ്ക്കാനുള്ള അംഗീകാരം സുപ്രീം കോടതി നൽകി. അതിനാവശ്യമായ പണം സർക്കാർ അനുവദിച്ചു. അത് തഹസിൽദാർക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അത് കെട്ടിവയ്ക്കുന്ന മുറയ്ക്ക് ആ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. HMTയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തുക നേരത്തെ സർക്കാർ അനുവദിച്ചിരുന്നു. പ്രതിസന്ധികൾ മറികടന്ന് നിർമ്മാണം ആരംഭിക്കുമ്പോൾ 1 കിലോമീറ്റർ നിർമ്മാണ ചെലവ് 81 കോടി രൂപ. എന്ത് വില കൊടുത്തും നിർദ്ദിഷ്ട റോഡ് വികസന പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. കാലങ്ങൾക്ക് ശേഷം കാത്തുകാത്തിരുന്ന പദ്ധതിയാണ്. 1 വർഷത്തിനകം പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുമെന്നാണ് സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവും വ്യക്തമാക്കുന്നത്. എത്രയും വേഗം പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴിക്കൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. HMT കോളനിയിലെത്തിയ രണ്ടറ്റവും കൂട്ടിമുട്ടാതെ കിടക്കുന്ന ഒരു 4 വരി പാതയുണ്ട് അവിടെ. ഈ പദ്ധതി എത്ര വേഗം പൂർത്തീകരിക്കാൻ കഴിയുമോ അത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. നല്ല കാര്യമല്ലേ റോഡ് നാടിന് വികസനം വരുന്നത്. രണ്ടാമത് ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ലാതെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ സൗകര്യമല്ലേ. കൊച്ചിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് 2 ആഴ്ച മുമ്പ് ഒരു ഇത് വന്നതാണ്. ഒന്നും ആയിട്ടില്ല. ഉണ്ടായാൽ ഏറ്റവും നല്ല കാര്യം. അതിന് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ഇവിടെ ഉണ്ടാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കുറേയൊക്കെ ബ്ലോക്ക് മാറി കിട്ടും. പെട്ടെന്നുള്ള ഒരു ഇത് ഉള്ള കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ കടകളൊരു ഡെവലപ്മെന്റ് ആണല്ലോ. നമ്മുടെ സിറ്റി സെറ്റപ്പ് ആവണല്ലേ, അത്ര ഉള്ള പരിപാടി. ബ്ലോക്ക് പറയും ട്രാൻസ്പോർട്ടേഷൻ ഒന്നുകൂടി എളുപ്പവും വേഗം തന്നെ ആവട്ടെ. അതിനെ നമ്മൾ ആലോചിക്കണം. എല്ലാം കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ഉണ്ടാവില്ല, പെട്ടെന്ന് എത്താനും പറ്റൂല. പെട്ടെന്ന് എത്താൻ പറ്റും.